നമസ്കാരം. ക്രിക്കറ്റിന്റെ മലയാളത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വീണ്ടും ഇന്ത്യ അങ്ങനെ ജയിച്ചിരിക്കുന്നു. 5 കളികളുള്ള പരമ്പരയിൽ 2-0 ഇന്ത്യ മുന്നിലായിരിക്കുന്നു. ഇനി വെറും ഒരു കളി കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഈ പരമ്പര ഇന്ത്യയുടെ കയ്യിലെത്തും. നമുക്ക് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം. കഴിഞ്ഞ കളി പോലെ അങ്ങനെ അടിച്ചു തൂർച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കളി ഇത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ജയിച്ചത്. കഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, പലപ്പോഴും പിന്നീട് ഈ പറയുന്ന ഇംഗ്ലണ്ട് കളി കൊണ്ടുപോകും എന്ന് വരെ നമ്മൾ വിചാരിച്ചു. തിലക് വർമ്മ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. തിലക് വർമ്മ ഇത്രയും മാച്ച് കളിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് ഞാൻ പറയും. കിടിലമായിട്ട് കളിച്ചു തിലക് വർമ്മ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവസാനം വരെ അവൻ നിന്ന് കളി ജയിപ്പിച്ചിട്ടേ പോയുള്ളവൻ. അവസാനത്തെ 4 അടിച്ച് കളി ജയിപ്പിക്കുന്നത് വരെ വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് തിലക് വർമ്മ നിന്ന് ഒരു 4 അടിച്ച്. നിങ്ങൾ കണ്ടായിരുന്നു ആർച്ചറെ ലെഫ്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് ഒരുമാതിരി ഫ്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 4 അല്ല, സോറി 6 അടിച്ചു. എന്റെ അമ്മ 152 കിലോമീറ്റർ സ്പീഡിലാണ് സാധനം വന്നത്. 152. അതിനെയാണ് അവൻ അടിച്ചത് ഈസി ആയിട്ട്. ഞാൻ ഞെട്ടിപ്പോയിട്ടോ അടി കണ്ടപ്പോഴും. ആർച്ചറിനെ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കിടന്ന് തുഴഞ്ഞു. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആർച്ചറിനെ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ തിലക് വർമ്മ ഒരു അടി അടിച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഓവർ എറിയാൻ വന്നപ്പോ ഓഫ് സൈഡിൽ ഒരു ഫ്ലാറ്റ് 6 അടിച്ചു കണ്ടു. കിടിലം ക്ലാസിക് ഇന്നിങ്സ് പറഞ്ഞാൽ ക്ലാസിക് ഇന്നിങ്സ് ആയിക്കോട്ടോ. കിടിലമായിട്ട് കളിച്ചു തിലക് വർമ്മ. കുറച്ച് ആദ്യമൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നു, പിന്നെ കുറെ ഫോം ഔട്ടായി എല്ലാവരും എടുത്തു കളഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് വന്ന ശേഷം തുടർച്ചയായ 2 സെഞ്ചുറികൾ അടിച്ചുകൊണ്ട് തന്റെ വരവ് അറിയിച്ചതായിരുന്നു തിലക് വർമ്മ. പക്ഷെ ഈ ഇന്നിങ്സ് എടുത്തു പറയണം, അവന്റെ ജീവിതകാലം മൊത്തം തിലക് വർമ്മയുടെ ഇന്നിങ്സിൽ ഒരു സ്വർണ്ണ തൂവലായിട്ട്, ഒരു പൊൻതൂവലായിട്ട് ഈ ഒരു ഇന്നിങ്സ് എന്നും നിലനിൽക്കും. അടിപൊളിയാണ്, സൂപ്പറായിട്ട് തിലക് വർമ്മ കളിച്ചു. തിലക് വർമ്മ തന്നെ ആയിരിക്കണം മാൻ ഓഫ് ദി മാച്ച്. ഞാൻ കണ്ടില്ല കളി കഴിഞ്ഞ ഉടനെ ഞാൻ റിവ്യൂ ഇടുകയാണ്. പിന്നെ ഇതിൽ നിർണായകമായത് ഞാൻ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ രവി ബിഷ്ണോയുടെ 2 4 വളരെ നിർണായകമായി കേട്ടോ. രവി ബിഷ്ണോയുടെ 2 4. അർഷദീപ് സിംഗ് എന്തായാലും നിനക്കൊരു ബോൾ കൊട്ട അറിഞ്ഞുകൂടാ, അതിന്റെ ഇടയ്ക്ക് അടിച്ച് കൈ കൊടുത്തിട്ട് വന്നു. ലാസ്റ്റ് ബോൾ കൊട്ടി വെച്ചാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം പിന്നീട് അങ്ങോട്ട് ബാറ്റ്സ്മാൻമാർ ആരുമില്ല, ഒരൊറ്റ ബാറ്റ്സ്മാൻമാരില്ല. എന്നിട്ട് പോലും അക്ഷർ പട്ടേൽ പൊതുവെ അങ്ങനെ അടിക്കുന്ന 6 പോകുന്നതാണ്, മനസ്സിലായോ? പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയുകയും ചെയ്യാം. പക്ഷെ നമ്മൾ അത് അടിച്ചു കഴിഞ്ഞാൽ 6 കൊള്ളാന്ന് പറയും. പക്ഷെ ക്യാച്ച് ആയി നമ്മൾ കുറ്റം പറയും, അത്രേ ഉള്ളൂ. അപ്പൊ അടിക്കുമ്പോൾ അളന്ന് കുറച്ചൊക്കെ അടിക്കണം. ആ അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് പോയപ്പോൾ ഞാൻ കരുതി ഇന്ത്യ മുഖ്യാറും ഊഞ്ഞാലെ ആവൂന്ന് കരുതി. പക്ഷേ തിലക് വർമ്മ പ്രത്യേകിച്ച് പേസ് ബോളേഴ്സിനെ നിലം തൊടിയിച്ചില്ല. നിലം തൊടിയിക്കാതെയാണ് അടിച്ച് റൊട്ടിയാക്കിയത്. അവരുടെ സ്റ്റാർ ബൗളറായ ആർച്ചറിനെ ഇന്ന് അടിച്ചത് 60 റൺസാണ് അടിച്ചു കൂട്ടിയത്. വെറും 1 വിക്കറ്റ് കിട്ടിയുള്ളൂ, 60 റൺസ് അടിച്ചു. കുറച്ചൊക്കെ അടിച്ച് പോയെങ്കിലും 6 ഒക്കെ പോയെങ്കിലും 60 റൺസ് അടിച്ച് കൂട്ടിയിരുന്നു. ആ കൂട്ടിനെ 28 റൺസും ബി കാർസ് അവനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. അവൻ ബാറ്റിംഗും ചെയ്തു, അതുപോലെ തന്നെ 29 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റും തള്ളിയിട്ടു കേട്ടോ. അപ്പോ ഇംഗ്ലണ്ടിന്റെ ഇന്നിങ്സ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലണ്ട് 165 റൺസ് അടിച്ച് 9 വിക്കറ്റ് നഷ്ടത്തിൽ 20 ബോളും 20 ഓവറും ബാറ്റ് ചെയ്ത് 9 വിക്കറ്റ് നഷ്ടത്തിൽ പിന്നെ 165 റൺസ് അടിച്ചു. ഇന്ത്യ അതിന് മറുപടിയായിട്ട് 166 റൺസ് 19.2 ബോള് എറിയാൻ സമയത്ത് എന്ത് ചെയ്തു, അടിച്ചെടുത്തു. അതായത് 4 ബോള് മിച്ചമുണ്ടായിരുന്നു, 8 വിക്കറ്റും പോയിരുന്നു. മനസ്സിലാക്കണം, ഇവനെ കൂടെ കഴിഞ്ഞ പിന്നെ മറ്റേ വരൻ ചക്രവർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാറ്റ് പിടിക്കാനും കൂടി അറിഞ്ഞൂടാ അവന്. അപ്പോ ഇംഗ്ലണ്ടിൽ പണ്ട് കഴിഞ്ഞ കളിയെ പോലെ തന്നെയാണ് ജോസ് ബൾട്ടർ മാത്രം ഈ വട്ടവും 45 റൺസ് അടിച്ചു. 30 ബോളുകൾ നേരിട്ട് കൊണ്ട് 2 ഫോറുകളും 3 സിക്സറുമായി 45 റൺസ് അടിച്ചു. ജോസ് ബട്ട്ലർ അടിച്ചു. പിന്നെ ആരും അടിച്ചില്ല. പിന്നെ ജെ സ്മിത്ത് പുതിയ അവന്റെ ഡെബ്യൂ ആയിരുന്നു തോന്നുന്നു. അവൻ 22 റൺസ് അടിച്ചു. 12 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് 2 സിക്സും 1 ഫോറും അടിച്ചു. പിന്നെ ബി കാർഡ്സ് ഞാൻ പറഞ്ഞ പോലെ 31 റൺസ് അടിച്ചു. അവന് 3 സിക്സ് വരെ അവനും അടിച്ചിട്ടുണ്ട്. ഇവരും കുറച്ച് ചെറിയ കോൺട്രിബ്യൂഷൻ നടത്തിയത് കൊണ്ട് തന്നെയാണ് 165 റൺസ് എന്ന് പറയുന്ന ഒരു മാന്യമായ ടോട്ടലിലേക്ക് അവർ എത്തിയത്. നമ്മുടെ ബൗളിംഗ് നിര നോക്കുകയാണെങ്കിൽ അർഷദീപ് സിംഗ് എപ്പോഴും എല്ലായ്പ്പോഴും പോലെ ഫസ്റ്റ് ഓവറിൽ തന്നെ വിക്കറ്റ് തള്ളിയിട്ടു. പക്ഷെ ഈ വട്ടം അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 40 റൺസ് 10 റൺസ് വെച്ച് ഒരു ഓവറിൽ അവൻ റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഈ പറഞ്ഞ എന്താണ് 1 വിക്കറ്റ് തള്ളിയിട്ടു. വാഷിംഗ്ടൺ സുന്ദർ 1 ഓവർ എറിഞ്ഞോളൂ, അവിടെയും 1 വിക്കറ്റ് തള്ളിയിട്ടു. അക്ഷർ പട്ടേൽ വീണ്ടും 2 വിക്കറ്റ് തള്ളിയിടുകയും ചെയ്തു. അക്ഷർ പട്ടേലിന് ലക്കുണ്ട്, വീണ്ടും 2 വിക്കറ്റ് തള്ളിയിട്ടു. രവി ബിഷ്ണോയ്ക്ക് ഇന്നും വിക്കറ്റുകൾ ഒന്നും കിട്ടിയില്ല. വരൻ ചക്രവർത്തി എന്നത്തെയും പോലെ തന്നെ ഇന്നും 2 വിക്കറ്റ്, ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റ് വരൻ ചക്രവർത്തി തള്ളിയിട്ടു. പിന്നെ അഭിഷേക് ശർമ്മയ്ക്ക് എന്നൊരു ഓവർ കൊടുത്തായിരുന്നു.
അവിടെയും ഒരു ഓവറിൽ എന്ത് ചെയ്തു, അഭിഷേക് ശർമ്മയും ഒരു വിക്കറ്റ് തള്ളിയിട്ടു. എന്നിട്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ ഓപ്പണർമാർ രണ്ടുപേരും നിരാശപ്പെടുത്തി. അതായത് സഞ്ജു സാംസണും പിന്നീട് അഭിഷേക് ശർമ്മയും രണ്ടുപേരും നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. സഞ്ജു സാംസൺ വെറും 5 റൺസ് എടുത്തുകൊണ്ട് ഔട്ടായി. അത് ഒരു പുൾ ചെയ്യാൻ ശ്രമിച്ചതാണ്. ബാറ്റിന്റെ ഇങ്ങ് കയറി വന്നു, മിഡിലല്ല കൊണ്ടത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ വീണ്ടും ഈ കളി നിരാശപ്പെടുത്തി എന്ന് പറയാം. കഴിഞ്ഞ കളി നിരാശപ്പെടുത്തി എന്ന് പറയാൻ പോലെ 24 റൺസ് അടിച്ചത് T20 നല്ല സ്കോർ തന്നെയാണ്. പക്ഷെ പിന്നെ അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയ്ക്കും ഇന്ന് വലിയ രീതിയിലൊന്നും കളിക്കാൻ പറ്റിയില്ല. 12 റൺസ് മാത്രമാണ് അഭിഷേക് ശർമ്മയുടെ പിന്നെ റൺസ്. 3 ഫോറുകൾ മാത്രമേ അടിക്കാൻ സാധിച്ചുള്ളൂ. തിലക് വർമ്മ അതിനുശേഷം വന്ന തിലക് വർമ്മ ഫസ്റ്റ് ഓൺ ആയിട്ട്, എന്നാൽ അഭിഷേക് ശർമ്മയാണ് ആദ്യം ഔട്ടായത്. അതിനുശേഷം വന്ന തിലക് വർമ്മയാണ് ഇന്ത്യയുടെ നെടുന്തൂണ്, വിജയ് ശില്പി എന്നൊക്കെ പറയാം. അവസാനം വരെ കളിച്ച് നോട്ട് ഔട്ട് ആയി നിന്നുകൊണ്ട് 72 റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 55 ബോളുകൾ പിന്നെ നേരിട്ടുകൊണ്ട് 72 റൺസ്, 4 ഫോറുകളും 5 സിക്സുകളും. അതിൽ ആർച്ചറെ അടിച്ച 6 എന്നും ഈ പറയുന്ന കമന്ററി പറയുന്നവരെ ഇതിനെ ഞെട്ടിപ്പോയി. രവിശാസ്ത്രി ഞെട്ടി. വാട്ട് എ ഷോട്ട് എന്ന് വെച്ചാൽ അത്ര പേസിൽ വന്ന ബോളാണ്. കൊച്ചിച്ചെറുക്കൻ 22 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ ചരിഞ്ഞിരുന്നു കൊണ്ട് ക്ലിക്ക് ചെയ്താണ്. ആർച്ചർ എന്നെ ഞെട്ടി ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ അത്ര സൂപ്പർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്ന് തിലക് വർമ്മ കളിച്ച. ക്ലാസിക് ഇന്നിങ്സ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ക്ലാസിക് ആയിരുന്നു. അപ്പൊ തന്നെ സൂര്യകുമാർ യാദവ് നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും സൂര്യകുമാർ യാദവിന് ഈ പറഞ്ഞ തുടക്കം നല്ല 1-2 ഫോറൊക്കെ അടിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയൊക്കെ തന്നതായിരുന്നു. പക്ഷേ സൂര്യകുമാർ യാദവിന് 12 റൺസ് മാത്രമേ അടിക്കാൻ സാധിച്ചു. പ്ലേ ഡൗൺ ആയിപ്പോയി. അങ്ങനെ സൂര്യകുമാർ യാദവ് എന്ത് ചെയ്തു, 3 ഫോർ അടിച്ചു. 7 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് 12 റൺസ് മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. ധ്രുവ് ജുറേലിന് 4 റൺസ്. എന്തിനാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ റിങ്കു സിംഗിനെ മാറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ പരിക്കായിരിക്കും, കാരണം അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ റിങ്കു സിംഗിനെ മാറ്റിക്കൊണ്ട് ധ്രുവ് ജുറേലാണ് വന്നത്. പക്ഷേ അവന്റെ കിട്ടിയ അവസരം അവന് മുതലാക്കാൻ സാധിച്ചില്ല. അവൻ 5 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് വെറും 4 റൺസ് അടിച്ച് പവലിയനിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യ 7 റൺസ് എടുത്തുകൊണ്ട് സ്റ്റൈലിലൊക്കെ ഇങ്ങനെ അടിച്ച് ബാക്കിലോട്ട് വിടാൻ നോക്കി, പക്ഷെ നടന്നില്ല. കീപ്പറിന്റെ കയ്യിലിരുന്നു. ഫസ്റ്റ് വന്ന ഒരു ഡ്രൈവ് കൊള്ളായിരുന്നു. ഫസ്റ്റ് ബോൾ 4 അടിച്ചത് ഹാർദിക് പാണ്ഡ്യ സ്റ്റൈലിഷ് ബോളായിരുന്നു. അതുപോലെ സ്റ്റൈൽ അടിക്കാൻ നോക്കി, കിട്ടിയില്ല, കീപ്പറിന്റെ കയ്യിലിരുന്നു. വാഷിംഗ്ടൺ സുന്ദർ സത്യം പറഞ്ഞാൽ ഒരു കളിയെ തിരിച്ചു കൊണ്ടുവന്നത്. അവിടെ റൺ റേറ്റ് വളരെ കുറവായ സമയത്ത് വാഷിംഗ്ടൺ സുന്ദർ ഒരു ഓവറിൽ നേടി, എനിക്ക് 19 റൺസ് ഓവറിൽ നേടി. ഒരു 6ഉം 2 ഫോറും അടിച്ചുകൊണ്ട് അവര് ലൈഫ് കിട്ടിയാണ് കേച്ച് വിട്ട് കളഞ്ഞു. അങ്ങനെ അടുത്ത ബോൾ നോ ബോൾ ആയിരുന്നു, അത് 6 അടിച്ചു. അതിന്റെ അടുത്ത തുടർച്ചയായ 2 ബോളുകൾ 4 അടിച്ചുകൊണ്ടാണ് ഇന്ത്യയെ ആ സ്കോറിന്റെ റൺ റേറ്റ് കിടലമായിട്ട് കൊണ്ടുവന്നു. പക്ഷേ എങ്കിലും വാഷിംഗ്ടൺ സുന്ദറിന് 26 റൺസേ അടിക്കാൻ കഴിഞ്ഞുള്ളൂ. 19 ബോളുകൾ ഫേസ് ചെയ്തുകൊണ്ട് 3 ഫോറുകളും ഒരു 6ഉം അടിച്ചു. പിന്നെ അക്ഷർ പട്ടേൽ വളരെ നിരാശപ്പെടുത്തി. 2 വിക്കറ്റ് ബൗളിംഗിൽ എടുത്തുവെങ്കിലും നിർണായക ഘട്ടത്തിൽ വിക്കറ്റ് വലിച്ചെറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. 3 ബോളുകൾ ഫേസ് ചെയ്തുകൊണ്ട് 2 റൺസ് മാത്രം എടുത്തുകൊണ്ട് അക്ഷർ പട്ടേൽ പവലിയനിലേക്ക് പോയി. പിന്നീട് ഹർഷദീപ് സിംഗ് ഒരു 4 ഒക്കെ അടിച്ചു കേട്ടോ. ഒരു 4 അടിച്ചു, 4 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് 6 റൺസ് ഒക്കെ അടിച്ചു. പിന്നെ നമുക്ക് എടുത്തു പറയാം രവി വിഷ്ണു. സത്യം പറഞ്ഞാൽ വളരെ സൂപ്പർ ആയിട്ട് രവി വിഷ്ണു കളിച്ചു. 2 4 അടിച്ചു, 5 ബോൾ നേരിട്ട് കൊണ്ട് 2 ഫോർ 9 റൺസ് അടിച്ചു എന്ന് മാത്രമല്ല, ലാസ്റ്റ് ബോൾ ഡിഫെൻഡ് ചെയ്ത രീതി സൂപ്പർ ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് ചാള വെട്ടി ഹർഷദീപ് സിംഗ് അടിച്ചതുപോലെ ചാള വെട്ടി അടിക്കാതെ അവൻ ഡിഫെൻഡ് ചെയ്ത് മറ്റവന് ബാറ്റിംഗ് കൊടുത്തു. അതുപോലെ നമുക്ക് എടുത്തു പറയാനുള്ളത് ആരാണ്, ഈ പറയുന്ന നമ്മുടെ തിലക് വർമ്മ. ആ സ്പിന്നറൊക്കെ എന്ത് ചെയ്തു, ആദിൽ റഷീദിന്റെ ഓവറൊക്കെ അവൻ വളരെ ക്വിറ്റ് ആയിട്ട് എന്ത് ചെയ്തു, നല്ല ബഹുമാനത്തോടു കൂടി കൊട്ടി നിർത്തി. അവനറിയാം പേസ് ബോൾ വന്നാൽ എനിക്ക് അടിക്കാൻ സാധിക്കുമെന്ന് അറിയാം. അതുപോലെ തന്നെ പേസ് ബോൾ വന്നപ്പോൾ അവന്റെ വിപുലമായി കളിക്കുകയും ഇന്ത്യയെ എന്ത് ചെയ്തു, വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവരുടെ ബൗളിംഗ് നിര നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബി കാർസ് അവനാണ് 3 വിക്കറ്റ് തള്ളിയിട്ട്, പിന്നീട് ബാക്കി എല്ലാവരും ഓരോ വിക്കറ്റ് വീതം തള്ളിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും 5 കളികളുള്ള പരമ്പരയിൽ ഇന്ത്യ 2 കളികളും ജയിച്ച് എന്ത് ചെയ്തു, 2-0 മുന്നിടുന്നു. ഇനി ഒരു കളിയും കൂടി ജയിച്ചാൽ ഈ പരമ്പര നമുക്ക് തൂത്തുവാരാന്നതേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. അടുത്ത കളിയും ഇന്ത്യ ജയിച്ചുകൊണ്ട് മിക്കവാറും 5-0 ഇന്ത്യ ഈ പരമ്പര ജയിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.